ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കോയിപ്രം പഞ്ചായത്തിലെ 14-ാം വാർഡിലെ വോട്ടർമാർക്ക് പ്രളയകാലം മറക്കാൻ കഴിയില്ല. വീടുൾപ്പെടെയുള്ള എല്ലാം കുത്തിയൊഴുകി വന്ന പ്രളയജലം കൊണ്ടുപോയി. തകർന്ന സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ചത് വീണ ജോർജ് ആണെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. മേഡം വന്ന് ആ താക്കോൽദാനമൊക്കെ തന്നു. ക്രിസ്തുമസിന്റെ ആ സമയമായിരുന്നു. എനിക്കൊരു കേക്കൊക്കെ വാങ്ങിച്ചോണ്ടാണ് മേഡം വന്നത്. ഇന്നും ആ സ്നേഹമുണ്ട്, കാണുമ്പോഴേ അറിയാം. കെട്ടിപ്പിടിച്ച് അടിയിലെ ഫോട്ടോ ഒക്കെ ഞങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ദൈവമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലും പരിചയക്കാരുടെ വീടുകളിലുമായി ദിവസങ്ങൾ തള്ളി നീക്കിയ സമയത്ത് ഉള്ളൂർച്ചിറ സ്വദേശിനി പൊന്നമ്മയ്ക്ക് ഒരേ ഒരു സ്വപ്നം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്: കിടപ്പാടം. എന്നാൽ ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ. ഒടുക്കം വീണ ജോർജ് ഇടപെട്ടു. വീട് യാഥാർത്ഥ്യമായി. ഞങ്ങൾ 1.5 വർഷത്തോളം ക്യാമ്പിലായിരുന്നു കുമ്പനാട്. ഞങ്ങൾ പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസ് തിരുവല്ലയിലെല്ലാം പോയി. വീടിന് വേണ്ടി പല സ്ഥലങ്ങളിലും പോയി ചെന്ന് അന്വേഷിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് വീട് കിട്ടിയില്ല. പിന്നെ അവസാനം ഞാൻ പത്തനംതിട്ട വീണ ജോർജിൻ്റെ മേഡത്തിൻ്റെ ഓഫീസിൽ ചെന്ന് പറഞ്ഞു. ഞങ്ങൾ 2-3 പേര് പോയി പറഞ്ഞു. വേറൊരു വീട്ടിലും അമ്മ ഞങ്ങളെല്ലാവരും പോയി പറഞ്ഞു. ആ ഓഫീസിൽ നിന്ന് വീണ ജോർജാണ് ഞങ്ങൾക്ക് വീട് തന്നത്. അയൽവാസിയായ ജോളിക്കും പറയാനുള്ളത് ഇത് തന്നെ. ഞാനിവിടെ ഉണ്ട്, എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് പറയണം എന്ന് പറഞ്ഞ് മേഡം എല്ലാ വീടുകളും കണ്ട് സന്ദർശിച്ച് ഞങ്ങളെല്ലാം ആശ്വസിപ്പിച്ച് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ മേഡം ഇവിടുത്തെ പാർട്ടിക്കാരോട് ഇടപെട്ട് അങ്ങനെ ഈ ഉള്ളൂച്ചിറയിൽ 6 വീട് ഞങ്ങൾക്ക് അനുവദിച്ചു. ആ കൂട്ടത്തിൽ എൻ്റെ പേരായിരുന്നു 1ാമത്. പട്ടയമില്ലാത്ത സ്ഥലമായത്. എനിക്ക് അന്ന് എങ്ങൊന്നും ഒരു വീടോ ഒന്നും കിട്ടത്തില്ല. നമുക്ക് രേഖകളൊന്നുമില്ല. ഇത് പുറമ്പോക്ക് സ്ഥലമായതുകൊണ്ട് അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് പാർട്ടിക്കാരിടപെട്ട് ഒരു വീട് 6 വീട് ഉള്ളൂച്ചിറയിൽ, അതിലൊരു വീട് എനിക്ക് തന്നു. പ്രളയകാലത്ത് പൂർണ്ണമായും വീട് നഷ്ടമായ 6ഓളം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വീണ ജോർജ് നേരിട്ടിടപെടുകയായിരുന്നു. പ്രളയ സമയത്ത് വീട് മൊത്തം മുങ്ങി, വീട് കാണത്തു പോലും ഇല്ലായിരുന്നു. അതുപോലെ വെള്ളം കയറി ഭയങ്കര ഇതായിരുന്നു. അന്ന് ഞങ്ങളെല്ലാം ക്യാമ്പിലായിരുന്നു, കറണ്ടും ഇല്ലായിരുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി പല പ്രയാസങ്ങളും സഹിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് വീട് പൊട്ടി തകർന്നു. ഞങ്ങൾക്ക് വീട് വെച്ച് തന്നു. വീട് കുഴപ്പമില്ലാത്ത വീടായിരുന്നു, പക്ഷെ പൊട്ടിക്കീറി. അങ്ങനെ പിന്നെ വീണ ജോർജിൻ്റെ ഇതിൽ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഇതായിട്ട് ഞങ്ങൾക്ക് നല്ല വീട് വെച്ചു തന്നു. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ പ്രളയത്തിലും കോവിഡ് മഹാമാരിയിലും വീണ ജോർജ് നടത്തിയ ഇടപെടലുകൾക്ക് ജനം അർഹിക്കുന്ന അംഗീകാരം നൽകുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. ന്യൂസ് മലയാളം, പത്തനംതിട്ട.